പോലീസിൽ നിന്നുള്ള ക്രൂരതയും ദുരനുഭവങ്ങളും തുറന്നു പറഞ്ഞ് കൂടുതൽ ആളുകൾ. പത്തനംതിട്ട അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് ജോയലിന്റെ മരണത്തിന് കാരണം കസ്റ്റഡി മർദ്ദനമെന്നാരോപിച്ച് കുടുംബം രംഗത്ത് വന്നു. മർദ്ദനത്തിൽ ശ്വാസകോശത്തിന് ഗുരുതര പരിക്കേറ്റുവെന്ന് തൃശൂർ സ്വദേശി അഖിൽ യേശുദാസനും കർണപുടം അടിച്ചു തകർത്തുവെന്ന് കണ്ണൂർ സ്വദേശി അഷ്റഫും പറഞ്ഞു. അതേസമയം കസ്റ്റഡി മർദ്ദനാരോപണങ്ങൾ കേരള പോലീസ് അസോസിയേഷൻ തള്ളി. തൃശൂർ അന്തിക്കാട് SI ആയിരുന്ന അരിസ്റ്റോട്ടിൽ മർദ്ദിച്ചെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അഖിൽ യേശുദാസിന്റെ പരാതി. ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടത് അഖിൽ എന്ന സംശയത്തിൽ വിളിച്ചുവരുത്തി മർദ്ദിക്കുകയായിരുന്നു. ശ്വാസകോശത്തിന് ഗുരുതരമായി പരിക്കേറ്റ അഖിൽ നാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകും. നീങ്ങി നിൽക്കണ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പനെ ആള് തെറി പറയണം. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്തിനാ എൻ്റെ അപ്പനെ തെറി പറയണത്, എൻ്റെ വണ്ടി തട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടുത്തെ പോലീസുകാരൊക്കെ കൂടി 4-4.5 മണിക്കൂർ നേരം എന്നെ ബലം കെട്ട് മർദ്ദിച്ചു. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടിയേരി കർണപുടം അടിച്ചു തകർത്തെന്നാണ് നാറാത്ത് സ്വദേശിയുടെ ആരോപണം. 2017 സംഭവം. ക്രൂരമായ മർദ്ദനത്തിൽ 35% കേൾവി നഷ്ടപ്പെട്ടെന്ന് അഷ്റഫ് 24-നോട്. SI ശ്രീജിത്ത് കൊടിയേരി 2 കൈ കൊണ്ട് എൻ്റെ ചെവി 2 അടക്ക അടിച്ചു. അയാൾ അടിച്ചപ്പോൾ എനിക്ക് ചെവിയിൽ നിന്ന് മൂളിച്ചൊക്കെ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് അടിക്കല്ല, എനിക്ക് നോമ്പുണ്ട്. അന്ന് നോമ്പാം. എന്തൊക്കെയോ ചീത്തയൊക്കെ പറഞ്ഞ അയാൾ എന്നെ കുനിച്ചേച്ച് പുറത്തൊക്കെ അടിച്ചു, മുതുക്കത്തൊക്കെ അടിച്ചു. എന്നെ ചവിട്ടാൻ തൊയ്ക്കാൻ പോകുമ്പോൾ ഞാൻ കയറി കാല് പിടിച്ചിട്ട് കയറി. പത്തനംതിട്ട അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് ജോയലിന്റെ മരണത്തിന് കാരണം പോലീസ് മർദ്ദനമെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി. 2020 ജനുവരി 1-നാണ് ജോയലിന് മർദ്ദനമേറ്റത്. 5 മാസം പൂർത്തിയാകും മുന്നേ അവശതകളെ തുടർന്ന് ജോയൽ മരിച്ചു. CA വന്നു കഴിഞ്ഞപ്പം ഇന്നിച്ച് ഇങ്ങോട്ട് വരിക CA ഇവന്റെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് പിന്നെ ചറ പറയാൻ എന്റെ കുഞ്ഞിനെ ഇടി തന്നെ. കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ കേരള പോലീസ് അസോസിയേഷൻ തള്ളി. സമീപകാലത്ത് പോലീസ് നേടിയ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തുന്നതിനായുള്ള വസ്തുതാവിരുദ്ധ പ്രചാരണമെന്നാണ് ഫേസ്ബുക്കിലെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.